ചെണ്ടമേളം എത്ര കേട്ടാലും മതി വരാത്തവരാണ് മലയാളികൾ. എന്നാൽ ചെണ്ട നിർമ്മാണത്തെക്കുറിച്ച് അറിയാവുന്നവർ ചുരുക്കമായിരിക്കും. നൂറ്റാണ്ടുകളായി ചെണ്ട നിർമ്മിച്ച് ഉപജീവനം നടത്തുന്ന കുടുംബങ്ങൾ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്, പ്രത്യേകിച്ചും തൃശ്ശൂരിൽ. ദിക്കുകളാകെ മുഴങ്ങുന്ന ഈ അസുരവാദ്യത്തിനൊപ്പം താളം പിടിക്കാത്തവരായി ആരും ഉണ്ടാകില്ല. മരക്കുച്ചിയിലെ കയർമുറുക്കത്തിൽ നിന്നും മൃഗത്തോലുകൾ പെരുക്കുന്ന ചെണ്ടമേളത്തിന്റെ ശബ്ദം കേരളത്തിന്റെ തനത് വാദ്യോപകരണമായ ചെണ്ടയുടെ ശബ്ദം പോലെ തന്നെ മനോഹരമാണ് അതിന്റെ രൂപവും. എന്നാൽ നമ്മൾ കാണുന്ന ചെണ്ടയായി മാറുന്നതിന് പിന്നിൽ നിരവധി പേരുടെ അധ്വാനമുണ്ട്. മൃഗത്തോൽ ഉണക്കി കുതിർത്ത് വളയത്തിലാക്കി മുറുക്കിയെടുത്ത് പശ പുരട്ടുന്നതിന് 3 ആഴ്ചക്കാലമാണ് വേണ്ടത്. മരത്തടി ഉരുട്ടി കുറ്റിയാക്കി ചീകി മിനുക്കി ഒരുക്കിയെടുക്കാൻ വീണ്ടും ദിവസങ്ങൾ വേണം. കയർ മുറുക്കി പിന്നെ അത് പദം വരുത്തിയെടുക്കുന്നതിനും 1 നാൾ കൂടി വേണ്ടിവരും. കാണുമ്പോൾ നിസ്സാരമായി തോന്നുമെങ്കിലും ഒന്നിലധികം ആളുകളുടെ മാസങ്ങളോളം നീളുന്ന അധ്വാനമാണ് ഒരു ചെണ്ട നിർമ്മിക്കാൻ വേണ്ടത്. ഒരു മാസത്തിന്റെ അടുത്ത് പൊട്ടണങ്ങി വെയിലാണെങ്കിൽ കുഴപ്പമില്ല. ഒരു 2 ആഴ്ചയുള്ളിലൊക്കെ വട്ടം കിട്ടി. എന്നാലും വട്ടം ഉണങ്ങണോ, 2 ആഴ്ചകളും നമുക്ക് വട്ടം തന്നാലും ഒരാഴ്ചയെങ്കിലും കുറച്ച് ദിവസമെങ്കിലും കിടക്കണം. അത് എന്നാലാണ് നമ്മൾ വിചാരിച്ച സൗണ്ട് ആവുള്ളൂ. ഇല്ലെങ്കിൽ വട്ടം ഇരിക്കുക എന്നല്ലാതെ സൗണ്ട് ഉണ്ടാവില്ല. കുന്നംകുളം വെള്ളറക്കാട്ടെ പൂവാംപറമ്പ് കുടുംബക്കാരാണ് കേരളത്തിലെ ചെണ്ട നിർമ്മാണത്തിന്റെ ഇന്നത്തെ തലതൊട്ടപ്പന്മാർ. 4 നൂറ്റാണ്ടുകൾക്ക് മുൻപ് പൂവാംപറമ്പുകാരുടെ പൂർവികരാണ് ആദ്യമായി ചെണ്ട നിർമ്മിച്ചതെന്നും കരുതപ്പെടുന്നു. 12 കുടുംബങ്ങളിലെ പുതിയ തലമുറയും പരമ്പരാഗത കുലത്തൊഴിലുമായി മുന്നോട്ടു പോകുന്നുണ്ട്. വിവിധ നാടുകളിൽ നിന്ന് എത്തുന്നവർക്ക് ഈ തൊഴിൽ പഠിപ്പിച്ചു നൽകുന്നുമുണ്ട്. ചെണ്ട നിർമ്മിക്കാൻ തന്നെ എളുപ്പമുള്ള ജോലിയല്ല, നല്ല റിസ്ക് ഉണ്ട്. കുറച്ച് ഭയങ്കര പാടാകാം, കുറച്ച് അധ്വാനം ഉണ്ട് ഇതിന് പറ്റിയിട്ട്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു ചെണ്ട ഉണ്ടാക്കാൻ ചുരുങ്ങിയത് ഇപ്പോൾ ഫുൾ ചെണ്ടപ്പണി ചെയ്യാൻ 1 മാസം എന്തായാലും വേണം. അതിപ്പോൾ ഒരു ചെണ്ട ഉണ്ടാക്കിയാലും 10 ചെണ്ട ഉണ്ടാക്കിയാലും 1 മാസത്തിന് വേണം. എന്നാലും അതിൻ്റെ പൂർണ്ണമായിട്ട് ഉണക്കങ്ങളും അതും ഇതൊക്കെ ശരിയാവുള്ളൂ. അല്ലാതെ പെട്ടെന്ന് അത് ഓടിച്ചൊന്നുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു വട്ടം ഉണ്ടാക്കാൻ നമുക്കൊരു 2 ദിവസം കൊണ്ട് വേണമെങ്കിൽ ഉണ്ടാക്കാൻ നല്ലണ്ട, അത് പെട്ടെന്ന് കിട്ടും. മറ്റതൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് പാടുണ്ട് ഇതിന്. ചെണ്ടയ്ക്കൊപ്പം തിമില, ഇടയ്ക്ക തുടങ്ങിയ വാദ്യോപകരണങ്ങളും പൂവാംപറമ്പുകാർ നിർമ്മിക്കുന്നുണ്ട്. എന്നാൽ ചെണ്ടയും തിമിലയും തെരഞ്ഞു തന്നെയാണ് വെള്ളറക്കാട്ടേക്ക് ആളുകളിലേറെ പേരും എത്തുന്നത്. സർക്കാർ പിന്തുണകൾ ഒന്നുമില്ലാത്ത പരമ്പരാഗത തൊഴിലുമായി ഇനിയും അധിക നാൾ മുന്നോട്ടു പോകാനാകില്ലെന്ന ആശങ്ക ഇവർ പങ്കുവയ്ക്കുന്നു. എങ്കിലും ചെണ്ടയുടെ മുറുക്കവും പെരുക്കവുമില്ലാതെ മറ്റൊരു ജീവിതം തങ്ങൾക്കില്ലെന്നാണ് കുടുംബത്തിലെ ഓരോരുത്തരും പറയുന്നത്. ന്യൂസ് മലയാളം, തൃശ്ശൂർ.